മലയാളിത്തം വിട്ടുമാറാത്ത ഒരു ഗ്രാമത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, അമ്പലത്തിലെ ഉത്സവങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ഒരു ഗ്രാമീണ ആളെന്നുള്ളൊരു ഇതാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഈ ഗ്രാമീണതയൊക്കെ ഉള്ളപ്പോഴും താങ്കൾ ഇപ്പോഴും മദ്രാസിൽ താമസിക്കുന്ന ഒരാളാണ്. അപ്പോൾ താങ്കളുടെ ഈ ഗൃഹാതുരത്വമൊക്കെ ഒരു വീമ്പ് പറച്ചിൽ മാത്രമാണോ? അല്ല, മദ്രാസിൽ ഞാൻ പെട്ടുപോയതാണ് ശരിക്കും. അതായത് ഞാൻ കല്യാണം കഴിച്ച സമയത്താണ് തമിഴ് സിനിമയിലേക്ക് ഫസ്റ്റ് ഓഫർ വരുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് താമസിച്ചു. തമിഴ് സിനിമയുടെ ഷൂട്ടിംഗ് മലയാളം പോലെ അല്ലല്ലോ, 4, 5, 6 മാസങ്ങൾ നീണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും പോയി കഴിഞ്ഞാൽ മദ്രാസിലെ ഹോട്ടലിലാണ് താമസിക്കുക. അപ്പോൾ ഞാൻ രാവിലെ ഷൂട്ടിങ്ങിന് പോയി കഴിഞ്ഞാൽ രാത്രി ഞാൻ തിരിച്ചു വരുന്ന ഒരു ഹോട്ടൽ റൂമിൽ ഒറ്റയ്ക്ക് ഭാര്യ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് എപ്പോഴും അന്നൊക്കെ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അത് ഭയങ്കര ഒരു ഇതായി. അപ്പോൾ എങ്ങനെ എന്നിങ്ങനെ തനിയിരിക്കുമ്പോൾ അങ്ങനെ അവസാനം വാടകയ്ക്കൊരു ഫ്ലാറ്റ് മേടിച്ചു. നമുക്ക് അങ്ങനെയാണെങ്കിൽ അത് വാടകയ്ക്ക് ഇരുന്നാൽ മതി. അങ്ങനെ വാടകയ്ക്ക് ഫ്ലാറ്റ് മേടിക്കുന്നു, ഭാര്യ ഗർഭിണിയാവുന്നു. അപ്പോഴൊക്കെ തമിഴിൽ വളരെ ബിസിയായിട്ട് അവിടെ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കുട്ടിയാവുന്നു, ഇത് ചെയ്യുന്നു, ഫ്ലാറ്റ് സ്വന്തമായിട്ട് മേടിക്കുന്നു, സ്കൂളിൽ ചേർക്കുന്നു. ഈ പ്രക്രിയകളൊക്കെ ഇങ്ങനെ നടന്ന് അങ്ങനത്തെ അവിടുത്തെ ഒരാളായിപ്പോയി. ആനക്കമ്പം വളരെ പ്രസിദ്ധമാണ് താങ്കളുടേത്. പക്ഷേ ഈ ആനകളെ ഇനി കേരളത്തിലേക്ക് പുറത്തുനിന്ന് ആനകളെ കൊണ്ടുവരേണ്ട എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആനകളെപ്പോഴും വരണമെന്ന്. ഈ ഒരു തലമുറ ആളുകളുടെ കഴിഞ്ഞു പോകുന്നത് പോലെ തന്നെ നല്ല ആനകളൊക്കെ ഇവിടുന്ന് ചെരിഞ്ഞു പോകുമ്പോൾ വേറെ നല്ല ആനകൾ വരണ്ടേ? എല്ലാത്തിലും ഒരു യങ് ജനറേഷൻ വരണ്ടേ ആനയുടെ കാര്യത്തിൽ? അല്ല, മുമ്പ് രാഷ്ട്രീയത്തിന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ കോളേജിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും ആർക്കാണ് രാഷ്ട്രീയത്തിലും വരണം കേട്ടോ, യങ് ജനറേഷൻ രാഷ്ട്രീയത്തിലും വരണം. അങ്ങനെ ഒരു സംസ്കാരം കേരളത്തിൽ വരണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ എന്തെങ്കിലും വരുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ലല്ല, അങ്ങനെ വരുന്നത് നല്ലതാണ്. ഇപ്പോൾ യങ് ജനറേഷൻ ഒരുപാട് തോട്ട്സും കാര്യങ്ങളും പുതിയ കാര്യങ്ങൾ, നമ്മുടെ ഇമ്പ്രൂവ്മെൻ്റ് എല്ലാത്തിലും വരണ്ടേ. കാളിദാസൻ വളർന്ന് ഒരു നടനായ ശേഷം താങ്കളെപ്പോലെ തന്നെ ഒരു നടിയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച് താങ്കളെ അറിയിച്ചാൽ ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ വികാരം എന്തായിരിക്കും? അതെന്താ കല്യാണം കഴിച്ചോട്ടെ, അതിനകത്ത് ഒരു പ്രശ്നം ഉണ്ടാവാറില്ല. ഞാൻ ഇതേ ചോദ്യം ഒരിക്കൽ എൻ്റെ ഭാര്യയോട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് അവൾ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി. എടി, ഇവനെങ്ങാനും ഒരു നടനൊക്കെ ആയി സിനിമയിൽ നിന്നൊരു കല്യാണം കഴിച്ചുകൊണ്ടുവന്നു, ഒരു സുപ്രഭാതത്തിൽ നിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഇതാണ് എൻ്റെ പെണ്ണെന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? അപ്പം ഞാൻ പെട്ടെന്ന് അവൻ്റെ കാലിയാൻ തല്ലി ഓടിക്കും അവൻ്റെ എന്ന് പറയുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അവൾ പറഞ്ഞ എന്താ, ആരവണെ കല്യാണം കഴിച്ചില്ല, ആ വരുന്ന പെണ്ണ് മോശമാണെന്ന് പറഞ്ഞാൽ ഞാനും മോശമായി എന്നല്ല അതിനർത്ഥം. അപ്പം നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഉത്തരം പറയുന്നത്? അല്ല, അന്ന് എൻ്റെ അടുത്ത് എൻ്റെ വൈഫ് പറഞ്ഞ ഉത്തരമാണത്. ഒരു സിനിമാ നടിയെ കല്യാണം കഴിച്ചു കൊണ്ടിരുമ്പോൾ അത് മോശം എന്ന് പറഞ്ഞാൽ അത് ഞാനും മോശമായി എന്നുള്ള തുല്യമല്ലേ. ഞാനൊരു സിനിമാ നടിയായിരുന്നില്ലേ. അപ്പോൾ എൻ്റെ മകൻ ആരെ കൊണ്ടെന്നല്ല എന്താ? അല്ല, ഇപ്പോൾ കാളിദാസന് ജനറ്റിക്കായിട്ട് അച്ഛൻ്റെ സ്വഭാവമാണോ അമ്മയുടെ സ്വഭാവമാണോ കൂടുതൽ? എൻ്റെ സ്വഭാവമാണ്. അത് വീട്ടിൽ അമ്മയ്ക്ക് ശല്യം ഉണ്ടാക്കുന്നു? ഉണ്ട്, മോളുണ്ട്, തനി അവിടുത്തെ സ്വഭാവമായിട്ട് തന്നെ പറഞ്ഞുണ്ട് താഴെ. അതാണ് ആ പിടിവാശിയും അതും ഇതും. അത് ഞാൻ അങ്ങനത്തെ ഉള്ളൊരു കാര്യങ്ങൾക്കും പോകാറില്ല. അപ്പോൾ വീട്ടിലാണെങ്കിൽ തന്നെ മാക്സിമം എന്തൊരു സീരിയസ് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തമാശ പറയും. അപ്പോൾ ഇവൾക്ക് ഒന്നുകൂടി പ്രാന്തളകും. പുതുവർഷം വരാൻ പോവുകയാണ്. ജയറാം ആ പുതുവർഷത്തെ ഉറ്റുനോക്കുന്നത് എങ്ങനെയാണ്? എനിക്ക് വളരെയധികം ഒരുപാട് പ്രതീക്ഷകളുള്ളൊരു വർഷമാണ് 2000. ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന പ്രോജക്ട്സ്, നമുക്ക് വരുന്ന നല്ല നല്ല കമ്പനികൾ, നല്ല ഡയറക്ടേഴ്സ്, നല്ല കഥകൾ, നമുക്ക് ജയറാമിനെ ഇണങ്ങുന്ന കഥകൾ, അങ്ങനെയൊക്കെ ഒരുപാട്. അതിൻ്റെ ഒരു തുടക്കമാണ് എനിക്ക് തോന്നുന്നത്. കനകസിംഹാസനം എന്ന് പറഞ്ഞ രാജസേൻ്റെ ഫിലിം ഈ 29th റിലീസ് ചെയ്യുന്നുണ്ട്. അത് ഒരു ടിപ്പിക്കൽ ജയറാം ഫിലിം. എനിക്ക് തോന്നുന്ന ഒരു 2 മണിക്കൂർ തിയേറ്ററിൽ ഭയങ്കര ഹിലേറിയസ് ആയിട്ട് എൻജോയ് ചെയ്ത് ചിരിക്കാവുന്ന ഒരു നല്ല സിനിമയാണ്. അതിനുശേഷം ബാക്കി അങ്ങോട്ട് ചെയ്യുന്ന എല്ലാ പ്രോജക്ട്സും നല്ല ഡയറക്ടേഴ്സിൻ്റെയും നല്ല ബാനേഴ്സിൻ്റെയും നല്ല കമ്പനികളുടെയും. പക്ഷേ ഈ ടിപ്പിക്കൽ ജയറാം ഫിലിമിൽ നിന്നുള്ള ഒരു മോചനം ഇപ്പോഴും ആഗ്രഹിക്കുന്നില്ലേ? ഞാനത് മാറ്റി ചെയ്തിട്ട് നമ്മൾ കാര്യമില്ല. ആളുകൾ പ്രതീക്ഷിക്കുന്നത് നമ്മളെപ്പോഴും കൊടുക്കുക. അല്ലാതെ ഞാനൊരു സുപ്രഭാതത്തിൽ മീശയും പിരിച്ചു വെച്ച് മോനെ ദിനേശ് അതൊക്കെ എന്ത് കാര്യം? അത് കാണിക്കാനായിട്ടും അത് അവർ സ്വീകരിക്കുന്ന ഒരാൾ വേറെയുണ്ട്. അല്ലാതെ ഞാൻ നിന്ന് 4-10 ഡയലോഗും പറഞ്ഞ് 2 തെറിയും പറഞ്ഞുകൊണ്ടും ആൾക്കാർക്ക് ഒന്നുമില്ല. ഞാൻ വളരെ ലൈറ്ററായിട്ടുള്ള അവരുടെ കുടുംബത്തിലെ ആളെപ്പോലെ ഒരിടത്തരക്കാരൻ്റെ പ്രശ്നങ്ങൾ പറയുന്ന. അപ്പോൾ 2007 എല്ലാ അർത്ഥത്തിലും താങ്കൾക്ക് വിജയം കൊണ്ടുവരട്ടെ എന്ന് ആശംസിക്കുന്നു. മനോരമയുടെ എല്ലാ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും സ്നേഹം നിറഞ്ഞ ക്രിസ്മസ്, ന്യൂ ഇയർ ആശംസകൾ നേരുന്നു. എനിക്ക് താങ്ങും തണലുമായിട്ട് നിന്നിട്ടുള്ള ഏറ്റവും വലിയ ഇതാണ് മനോരമ. ആ മനോരമയുടെ എന്തെങ്കിലും സംഗതി ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ മനോരമയിൽ ഇൻ്റർവ്യൂവിന് വന്നുകൊണ്ട് അത് പറയുന്നതല്ല. മിസ്സസ് KM മാത്യു ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ കലാഭവൻ്റെ മിമിക്രിക്ക് പോകുമ്പോൾ എനിക്ക് തോന്നുന്നത് മിസ്സസ് KM മാത്യു മാത്രം ഒരു 15-20 പ്രാവശ്യങ്ങളിൽ കലാഭവൻ്റെ മിമിക്സ് പരേഡ് പല സ്ഥലത്തായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്.
കോഴിക്കോട്, കോട്ടയത്തിന് എത്ര പ്രാവശ്യം മാമൻ മാപ്പിള ഹാളിൽ. അപ്പോൾ ബുക്ക് ചെയ്തിട്ട് എല്ലാം കഴിയുമ്പോൾ പ്രോഗ്രാം കഴിഞ്ഞ് വന്നുമ്പോൾ ഞങ്ങളെല്ലാം കെട്ടിപ്പിടിച്ചിട്ട് 6 പേരെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, നിങ്ങളൊക്കെ 6 മനസ്സാണെങ്കിൽ ഒരു ശരീരം പോലെയാണെന്ന് നോക്കിയോ, നിങ്ങളെല്ലാം നന്നായിട്ട് വരും. പറഞ്ഞു കഴിഞ്ഞിട്ട് എൻ്റെ കൈ പിടിച്ച് മാറ്റിക്കൊണ്ടൊരു മോൻ നന്നായിട്ട് വരും നോക്കിയോ, ജീവിതത്തിൽ വളരെ ഉയർച്ചയിൽ വരും. അപ്പോൾ അപ്പൊക്കെ ഞാൻ അമ്മ എന്ന് ഞാൻ വിളിക്കാറ്. അങ്ങനെ അവിടെ നിന്ന് തുടങ്ങി ഞാൻ സിനിമയിൽ വന്ന ശേഷവും എൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് ഇത് ചെയ്തിട്ടുള്ളതാണ്. വളരെ നന്ദി. താങ്ക് യു.